കൃപാസനം പത്രം ഓഗസ്റ്റ് 2025 പാർട്ട് 5. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചോറ്റാനിക്കരയിൽ നിന്നുള്ള സ്റ്റെല്ലയുടെ സാക്ഷ്യം. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ നിയോഗം ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വിഷമിക്കുകയായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ആകെ 4 ലക്ഷം രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷയിൽ എന്നും അപേക്ഷ ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിന്റെ ഫലമായി അടയ്ക്കേണ്ടതിന്റെ 4 ദിവസം മുമ്പ് ഒരു കൂട്ടർ 6 ലക്ഷം രൂപ തരികയും അടയ്ക്കാനും സാധിച്ചു. 5 ലക്ഷം രൂപ പെനാൽറ്റി ഉണ്ടായിരുന്നു, അതും ഒഴിവായി കിട്ടി. കോട്ടയം മണിമലയിൽ നിന്നുള്ള ജെസിയുടെ സാക്ഷ്യം. അവർ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ വിളിച്ചു പറഞ്ഞ രോഗസൗഖ്യ സന്ദേശം എന്റേതായിരുന്നു. എന്റെ കാലിന്റെ ഞരമ്പ് ബൾജ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാലിന്റെ ഞരമ്പ് ബൾജ് ചെയ്തവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുവെന്ന് സന്ദേശം പറഞ്ഞു. ആ സമയം തന്നെ എനിക്ക് സൗഖ്യം ലഭിച്ചു. കൂടാതെ എന്റെ വലത് കൈ മുകളിലേക്ക് പൊക്കുവാനോ തിരിക്കുവാനോ പറ്റില്ലായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. നെയ്യാറ്റിൻകര കീഴാർ നിന്നുള്ള ഇന്ദുലേഖയുടെ സാക്ഷ്യം. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയപ്പോൾ ലഭിച്ച രോഗസൗഖ്യം. എന്റെ മകൾക്ക് എല്ലാ മാസവും ബ്ലീഡിംഗ് ഉണ്ടായി ഡോക്ടറെ കണ്ട് ടെസ്റ്റുകൾ ചെയ്തുവെങ്കിലും ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിലെ അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പങ്കെടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ പെട്ടെന്ന് തന്നെ ബ്ലീഡിംഗ് നിന്നു. കൂടാതെ എന്റെ ഭർത്താവിന്റെ 10 വർഷമായി ദേഹമൊക്കെ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖവും ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. തുറവൂർ മരിയാപുരത്ത് നിന്നുള്ള ടിൻഡു സോജിയുടെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ ഇനി ഒരു അനുഗ്രഹം കൂടി നിങ്ങൾക്ക് കിട്ടാനുണ്ട്, അതിനുശേഷം സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ 2022 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയി ആദ്യ സ്കാനിങ്ങിൽ റൈറ്റ് ഓവറിയിൽ 7 സെന്റിമീറ്റർ വലിപ്പമുള്ള സിസ്റ്റ് ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലം വയറിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു. 3-ാം മാസത്തെ സ്കാനിങ്ങിൽ സിസ്റ്റ് 2.5 സെന്റിമീറ്റർ ആയി. ഞാൻ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയെ സ്കാനിംഗ് റിപ്പോർട്ട് കാണിച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ വേണം, പെൺകുഞ്ഞാണെങ്കിൽ അമ്മയുടെ പേരിടുമെന്ന് പറഞ്ഞു. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ എന്റെ ഓവറിയിൽ ആ സിസ്റ്റ് ഇല്ല. ഒരു കുഴപ്പവും കൂടാതെ ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. വീണ്ടും എന്റെ നാവിൽ ഒരു സിസ്റ്റ് കണ്ടു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ ഇനി ഒരു അനുഗ്രഹം കൂടി നിങ്ങൾക്ക് കിട്ടാനുണ്ട്, അതുകൂടി കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ കൂടി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള മോളി ജോർജിന്റെ സാക്ഷ്യം. ഉടമ്പടി അസാധ്യകാര്യങ്ങൾ നടക്കുന്ന പ്രാർത്ഥനയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്റെ ജീവിത പങ്കാളിക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ മുതൽ കൈക്ക് വേദന തുടങ്ങി. 12 വർഷമായി രാത്രി ഉറക്കമില്ലാതെ മരുന്ന് പുരട്ടി നടക്കുമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം കയ്യിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി രോഗസൗഖ്യം ലഭിച്ചു. 3 വർഷമായി ഇപ്പോൾ ആ വേദന വന്നിട്ടില്ല. കൂടാതെ ഞാൻ 5 വർഷമായി അൾസറിന് മരുന്ന് കഴിക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കായംകുളത്തു നിന്നുള്ള നിതയുടെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പറഞ്ഞത് 30-ാം ദിവസം നിനക്ക് മാതാവ് മറുപടി തരുമെന്ന്. ശേഷം നടന്ന അത്ഭുതം. ഞാൻ 2018 ഉടമ്പടി എടുത്തത്. പക്ഷെ ഉടമ്പടി എനിക്ക് കൃത്യമായി പാലിക്കാൻ പറ്റിയില്ല. എനിക്ക് 10 വർഷമായി 25 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. അതിന്റെ പലിശ കൂടി 16 ലക്ഷമായി. കടക്കാരുടെ ശല്യം മൂലം ജീവിക്കാൻ പോലും തോന്നാത്ത ഒരു സാഹചര്യമായി. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ വളരെയധികം വിഷമിച്ചു. 2024 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് 30-ാം ദിവസം മാതാവ് നിനക്ക് മറുപടി തരുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ അതേ ദിവസം തന്നെ ഞങ്ങളുടെ വസ്തു നല്ല വിലയ്ക്ക് വിൽക്കുവാനും കടബാധ്യത തീർക്കുകയും നല്ലൊരു ജോലിയും നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. തൃശൂർ പാവർട്ടിയിൽ നിന്നുള്ള കൊച്ചു ത്രേസ്യയുടെ സാക്ഷ്യം.
മകൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ വികൃതിയാണ്. ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ കൈവയ്പ് ശുശ്രൂഷ വഴി ലഭിച്ച അത്ഭുതം. എന്റെ മകൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഭയങ്കര വികൃതിയായിരുന്നു. UP സ്കൂളിലായിട്ടും വികൃതി തുടർന്നുകൊണ്ടിരുന്നു. ക്ലാസ് ടീച്ചറും ഹെഡ് മാസ്റ്ററും എന്നും വീട്ടിലേക്ക് വിളിച്ച് പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഹൈപ്പർ ആക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾ മകനുണ്ടായിരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചുവെങ്കിലും ഒരു ഫലവുമില്ലായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം സ്കൂളിൽ വിടേണ്ട അവസ്ഥയായി. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. മുംബൈ പനവേലിൽ നിന്നുള്ള ആൻസി ആന്റണിയുടെ സാക്ഷ്യം. ഉടമ്പടിയെടുത്ത് 15 ദിവസത്തിനുള്ളിലാണ് എന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ മാതാവ് ഇടപെട്ടത്. എന്റെ ഭർത്താവ് 20 വർഷമായി മദ്യപിക്കുമായിരുന്നു. പല വിധത്തിലും നോക്കിയിട്ടും അത് നിർത്താൻ സാധിച്ചില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 15 ദിവസത്തിനുള്ളിൽ തന്നെ മദ്യപാനം നിർത്തി. 3 വർഷമായി മദ്യപിച്ചിട്ടില്ല. കൂടാതെ ഭർത്താവിന് പ്രോസ്റ്റേറ്റിന്റെ അസുഖം കൂടി സർജറി ചെയ്തപ്പോൾ പഴുപ്പ് വളരെ കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷന് ശേഷം ബ്ലഡ് ക്ലോട്ടായി യൂറിൻ പോകാതായി. ഞാൻ ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച ശേഷം പരിശോധനയിൽ ബ്ലഡ് ക്ലോട്ടും ഒന്നുമില്ല എന്ന് പറഞ്ഞു. തണ്ണീർമുക്കത്തു നിന്നുള്ള ദീപയുടെ സാക്ഷ്യം. 26 വർഷമായി വീടിന് മുകളിലുള്ള ലൈൻ കമ്പി ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നു. ഉടമ്പടി വഴിയായി ഞങ്ങൾക്കത് ഉടനെ നടന്നു കിട്ടി. 26 വർഷമായി എന്റെ വീടിന്റെ മുകളിൽ കൂടി 11 kV ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം അത് പൊട്ടി വീണു. ഞങ്ങൾക്കൊക്കെ എർത്തുണ്ടായി. 26 വർഷത്തിനിടയ്ക്ക് 10 വർഷമായി ഞാൻ ഈ ലൈൻ ഒന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് അപേക്ഷയുമായി നടന്നിട്ടും ഫലമില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പോസ്റ്റിനടുത്ത് വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈ ലൈൻ പോകുന്ന വീടിന്റെ ഉടമസ്ഥന്റെ സ്ഥലത്ത് ഇലക്ട്രിസിറ്റിയിലെ സാറുമാർ വന്നപ്പോൾ പോസ്റ്റ് ഇടുകയും ലൈൻ മാറ്റിക്കിട്ടുകയും ചെയ്തു. വൈക്കത്ത് നിന്നുള്ള റെൻസി ജോൺസന്റെ സാക്ഷ്യം. 14 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഞങ്ങളെ ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവ് കനിഞ്ഞനുഗ്രഹിച്ചു. എന്റെ ഫ്രണ്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഞാൻ കൂട്ടുവന്നതാണ്. ഉടമ്പടി എടുക്കണമെന്ന് കരുതിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് 14 വർഷമായി മക്കളില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. 3ാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ പ്രഗ്നന്റ് ആവുകയും ഒരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ എനിക്ക് വിശന്നിരിക്കാൻ സാധിക്കില്ലായിരുന്നു. കൃത്യസമയത്ത് ആഹാരം ലഭിച്ചില്ലെങ്കിൽ തലവേദനയും ഛർദിയുമായിരിക്കും. മാനസികമായി വളരെയധികം പ്രയാസം അനുഭവിച്ചു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി പരിശുദ്ധ അമ്മ ആ രോഗം പൂർണ്ണമായി മാറ്റി തന്നു. ആലപ്പുഴ ഹരിപ്പാട് നിന്നുള്ള ഷീബയുടെ സാക്ഷ്യം. കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സഞ്ചാരി മാതാവ് എന്റെ മകനെ സ്പർശിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ മകന് ഒരു വാഹനാപകടമുണ്ടായി ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. ഡോക്ടർ പറഞ്ഞത് സീരിയസ് ആണ്, മകനെ കിട്ടില്ല എന്നാണ്. ഞങ്ങൾ അവിടെ നിന്ന് സ്വന്തം റിസ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. മകനെ CCUവിൽ അഡ്മിറ്റാക്കി. പക്ഷെ അവിടെയും മകൻ രക്ഷപ്പെടില്ല, പ്രതീക്ഷ വേണ്ട എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച ശേഷം പരിശുദ്ധ അമ്മ CCUവിൽ വന്ന് മകനെ തൊടുന്നതായി ഭർത്താവ് സ്വപ്നം കണ്ടു. അതിനുശേഷം 9ാം ദിവസം മകൻ മരുന്നുകളോട് പ്രതികരിക്കാനും 75ാം ദിവസം ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഇപ്പോൾ മകൻ സൗഖ്യമായിരിക്കുന്നു. ഇടുക്കി വള്ളക്കടവിൽ നിന്നുള്ള മിനിയുടെ സാക്ഷ്യം. ഉടമ്പടി നിയോഗം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നടന്ന അത്ഭുതം. എന്റെ മൂത്ത മകൾക്ക് ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും ശരിയാകുന്നില്ലായിരുന്നു. ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗം എഴുതി തീർന്നപ്പോൾ തന്നെ മകൾ വിളിച്ച് എന്റെ ജോലി ശരിയായി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതൊരു സ്വപ്നമായിട്ടാണ് തോന്നിയത്. കാരണം കൃപാസന മാതാവിനെ കുറിച്ച് കേട്ടറിവ് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. കൂടാതെ ഞാൻ ഏലകൃഷി കഴിഞ്ഞു വന്നപ്പോൾ കാലിൽ വ്രണമായി, നടക്കാൻ പറ്റാതായി. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു.
ചാലക്കുടിയിൽ നിന്നുള്ള സുവർണയുടെ സാക്ഷ്യം. ഉടമ്പടിയെടുത്ത് 3-ാം ദിവസം നടന്ന അത്ഭുതം. എന്റെ ഭർത്താവ് തുടർച്ചയായി 22 ദിവസം ജോലിയിൽ പ്രവേശിക്കാത്തതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടു. 1.5 വർഷത്തോളം ജോലിയൊന്നുമില്ലാതെ ഇരിക്കേണ്ടി വന്നു. പല സർക്കാർ ഓഫീസുകളിലും തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അപേക്ഷയുമായി നടന്നെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുമായിരുന്നു. ഞാൻ ഉടമ്പടിയെടുത്ത് കൃത്യം 3-ാം ദിവസം പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അത് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ ഭർത്താവിന് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. കൂടാതെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നല്ലൊരു വീട് ലഭിച്ചു.